ഇനി പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് ഫ്രാൻസും അല്പ സമയത്തിനകം കളത്തിലേക്ക് എത്താൻ പോവുകയാണ് എന്ന വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അതൊരു നല്ല മത്സരമായിരിക്കും, കാരണം എതിരാളികൾ സ്വീഡനാണ്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ സ്വീഡനാണ് ഫ്രാൻസിന്റെ എതിരാളികൾ. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. 3 മത്സരങ്ങളും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ആയിട്ടാണ് ഫ്രാൻസ് റൗണ്ട് ഓഫ് 32-ൽ എത്തിയിരിക്കുന്നത്. ഗ്രൂപ്പ് എഫിലെ 3-ാം സ്ഥാനക്കാരാണ് സ്വീഡൻ. മികച്ച അറ്റാക്കിംഗ് നിരയാണ് ഇരു ടീമുകളുടെയും കരുത്ത്. ലോകോത്തര താരങ്ങൾ ഇരു ടീമുകളിലും കളിക്കുന്നുണ്ട്. പ്രീമിയർ ലീഗിൽ അടക്കം കളിക്കുന്ന നിരവധി താരങ്ങൾ ടീമുകളിലുണ്ട് എന്നുള്ളതാണ് അവരുടെ കരുത്ത്. കിലിയൻ എംബാപ്പെ, ഉസ്മാൻ ഡെംബലെ, മൈക്കൽ ഒലീസെ, ഡിസൈർ ഡുവോ തുടങ്ങി ലോകത്തെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫ്രാൻസിനുണ്ട് എന്നതുകൂടി ഓർക്കുക. ഇനി വിക്ടർ ഗ്യോക്കറസ്, അലക്സാണ്ടർ ഇസാക് എന്നിവരിലൂടെ ആയിരിക്കും ഫ്രാൻസിന് സ്വീഡൻ മറുപടി നൽകുക എന്നുകൂടി ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു കളി ആയിരിക്കും ഈ 2:30 നടക്കുന്ന മത്സരം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി എങ്ങനെയാണ് ഫ്രാൻസ് ഈ നോക്കൌട്ടിലേക്ക് എത്തിയത് എന്നുകൂടി നോക്കാം. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാണ് നേരത്തെ പറഞ്ഞു. എങ്ങനെയായിരുന്നു ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഫ്രാൻസിന്റെ പെർഫോമൻസ് എന്നുകൂടി വളരെ പെട്ടെന്ന് നോക്കാം. ആദ്യ മത്സരത്തിൽ സെനഗലിനെ 1-3 ഗോളിനാണ് ഫ്രാൻസ് തോൽപ്പിച്ചത്. അങ്ങനെയായിരുന്നു ഫ്രാൻസിന്റെ തുടക്കം ഈ വേൾഡ് കപ്പിൽ എന്നുകൂടിയുണ്ട്. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടി ആ മത്സരത്തിൽ എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ എംബാപ്പെ ഈ തവണ ഗോളടിക്കുമോ, അല്ലെങ്കിൽ ആരായിരിക്കും വേൾഡ് കപ്പിൽ ആ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുക എന്ന മത്സരം കൂടിയുണ്ട്. അതിൽ ഏറ്റവും മുൻപിൽ തന്നെ ഉണ്ട് എംബാപ്പെ എന്ന കാര്യം കൂടിയുണ്ട്. ഇനി ബ്രാഡ്ലി ബാർക്കോളയുടെ വകയായിരുന്നു അന്നത്തെ 3-ാം ഗോൾ. ഈ 2-ാം മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാഖായിരുന്നു അന്ന് എതിരാളി. ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളിന് തറപറ്റിച്ചു ഫ്രാൻസ്. അടുത്ത റൗണ്ടിലേക്ക് വരാൻ വേണ്ടി വലിയ ഊർജം അങ്ങനെ കിട്ടുകയും ചെയ്തു. ഈ മത്സരത്തിലും എംബാപ്പെ ഇരട്ട ഗോൾ നേടി. മികച്ച ഫോമിൽ തുടരുകയാണ് ആ താരം. ഉസ്മാൻ ഡെംബലയുടെ വകയായിരുന്നു 3-ാമത്തെ ഗോൾ എന്നുകൂടി ഓർക്കുക. ഇനി 3-ാം മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർവേയെ 1-4 ഗോളിന് പരാജയപ്പെടുത്തിയാണ് അന്ന് ഫ്രാൻസ് മുന്നേറിയത്. അതുകൊണ്ട് തന്നെ മികച്ച ആത്മവിശ്വാസം ആ ടീമിനാകെയുണ്ട്. ഉസ്മാൻ ഡെംബലെ നേടിയ ഹാട്രിക് അതുകൂടി ഓർക്കുക. അത് ആ മത്സരത്തിന്റെ പ്രത്യേകതയാണ്. ഒരു ഡിസൈർ ഡുവോയുടെ വക 4-ാം ഗോളും പൂർത്തിയാക്കിയാണ് ഫ്രാൻസ് അങ്ങനെ ആ ഗ്രൂപ്പിലെ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി അടുത്ത റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഗ്രൂപ്പ് ഘട്ടത്തിലെ ഫ്രാൻസിന്റെ സ്റ്റാറ്റ്സ് കൂടി ഒന്ന് വളരെ പെട്ടെന്ന് നോക്കാം. 3 മത്സരങ്ങളിൽ നിന്നായി 10 ഗോൾ ഫ്രാൻസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ലോകോത്തര താരങ്ങൾ ആ ടീമിലുണ്ട്. അത് ഈ അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. 10 ഗോൾ ഇതിനോടകം തന്നെ ആ ടീം നേടിയിട്ടുണ്ട് എന്ന കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വഴങ്ങിയതാകട്ടെ 2 ഗോൾ മാത്രമാണ്. അത് സൂചിപ്പിക്കുന്നത് മികച്ച ഒരു ഡിഫൻസ് വിങ് കൂടി ഫ്രാൻസിനുണ്ട് എന്ന് തന്നെയാണ്. 3 മത്സരങ്ങളിൽ നിന്നായി അടിച്ചത് 48 ഷോട്ടാണ്. അതിൽ 22 ഓൺ ടാർഗറ്റ് ആണ് എന്നതാണ് ഈ ടീമിന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്പെഷ്യാലിറ്റി. ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഫ്രാൻസിന്റെ പേരിലാണ് എന്ന റെക്കോർഡ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ് ഫ്രാൻസ്. സ്വീഡൻ ഒന്ന് വിയർക്കേണ്ടി വരും മുന്നോട്ട് ജയിച്ചു കയറാൻ എന്നതൊരു വസ്തുതയാണ്. ഇനി സ്വീഡന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സ്വീഡന്റെ പെർഫോമൻസ് എന്നുകൂടി നോക്കാം. ട്യൂണീഷ്യയെ 1-5 ഗോളിന് തോൽപ്പിച്ചായിരുന്നു സ്വീഡന്റെ തുടക്കം. യാസിൻ അയാരിയുടെ ഡബിൾ കണ്ട ആ മത്സരത്തിലാണ് അന്ന് സ്വീഡനെ നമുക്ക് അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അത് വിക്ടർ ഗ്യോക്കറസും അലക്സാണ്ടർ ഇസാക്കും അന്ന് സ്വീഡനായി ഗോൾ നേടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി ആദ്യ മത്സരത്തിൽ 5-1 ജയിച്ചെങ്കിൽ അതേ സ്കോറിൽ 2-ാം കളിയിൽ തോറ്റു സ്വീഡൻ. അതാണ് ഈ ടീമിന്റെ ഒരു കൺസിസ്റ്റൻസിയെ കുറിച്ച് സംശയമുണ്ട് എന്ന് പറയാൻ കാരണം. നെതർലൻഡ്സിനെതിരെയായിരുന്നു അന്നത്തെ ആ കനത്ത തോൽവി. പക്ഷേ അടുത്ത റൗണ്ടിലേക്ക് കയറാൻ പറ്റി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നിർണായകമായ 3-ാം മത്സരത്തിൽ ജപ്പാനോട് 1-1 സമനില വഴങ്ങിയാണ് സ്വീഡൻ അടുത്ത റൗണ്ട്, അതായത് റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചത്. ആന്റണി ഏലങ്ക നേടിയ ഗോളിലായിരുന്നു സ്വീഡൻ ആ സമനില പിടിച്ചതും റൗണ്ട് ഓഫ് 32 യോഗ്യത നേടിയതും. ഇതാണ് 2 ടീമുകളുടെയും, സ്വീഡന്റെയും ഫ്രാൻസിനെയും നമ്മൾ കണ്ടു. ഇതാണ് അവരുടെ നിലവിലെ അവസ്ഥ. അപ്പോൾ എന്തായിരിക്കും ഈ റൗണ്ടിൽ അവർ തമ്മിൽ മാറ്റുരയ്ക്കുമ്പോൾ സംഭവിക്കുന്ന റിസൾട്ട്? അത് നിർണായകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.